ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗ്രാമത്തിൽ അധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. അയാളുടെ ആകെയുള്ള സമ്പാദ്യം കുറച്ച് കോഴികളും ഒരു വലിയ ചോളത്തോട്ടവുമായിരുന്നു. എന്നാൽ ഓരോ ദിവസവും രാത്രി വന്ന് തൻ്റെ കോഴികളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു കുറുക്കൻ കർഷകന് വലിയ തലവേദനയായി മാറി. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കർഷകന്റെ ദുഃഖം കുറുക്കനോടുള്ള കടുത്ത പ്രതികാരമായി മാറി. ആ കുറുക്കനെ വെറുതെ വിടില്ലെന്നും അവനെ ക്രൂരമായി ശിക്ഷിക്കണമെന്നും അയാൾ ഉറപ്പിച്ചു. അതിനായി തോട്ടത്തിന് ചുറ്റും അയാൾ കെണികൾ ഒരുക്കി. ഒടുവിൽ ഒരു രാത്രി ആ കുറുക്കൻ കർഷകന്റെ കെണിയിൽ വീണു. കുറുക്കനെ കൈക്കലാക്കിയ കർഷകന്റെ ഉള്ളിൽ ഒരല്പം പോലും ദയ തോന്നിയില്ല. പകരം അവന് വേദനിപ്പിക്കുവാനുള്ള വഴികളാണ് അയാൾ ചിന്തിച്ചത്. അയാൾ കുറുക്കന്റെ വാലിൽ ഉണങ്ങിയ വൈക്കോൽ കെട്ടിവെച്ചു. എന്നിട്ട് അതിൽ തീ കൊളുത്തി. വേദന കൊണ്ട് പൊളയുന്ന കുറുക്കനെ അയാൾ കെട്ടഴിച്ചു വിട്ടു. തന്റെ പ്രതികാരം വിജയിച്ച സന്തോഷത്തിൽ കർഷകൻ ആർത്തു ചിരിച്ചു. എന്നാൽ കർഷകന്റെ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. പ്രാണരക്ഷാർത്ഥം ഓടിയ കുറുക്കൻ പരിഭ്രാന്തിയോടെ നേരെ പാഞ്ഞു കയറിയത് വിളവെടുപ്പിന് തയ്യാറായി നിന്നിരുന്ന കർഷകന്റെ തന്നെ ചോളത്തോട്ടത്തിലേക്കായിരുന്നു. കുറുക്കന്റെ വാലിലെത്തി ഉണങ്ങിയ ചോളച്ചെടികളിലേക്ക് അതിവേഗം പടർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കർഷകൻ തന്റെ വിയർപ്പൊഴുക്കി വളർത്തിയ ആ തോട്ടം മുഴുവൻ വെന്തു വെണ്ണീറായി. നിസ്സഹായനായി നോക്കി നിൽക്കാനേ കർഷകന് കഴിഞ്ഞുള്ളൂ. കുറുക്കനെ നശിപ്പിക്കാൻ അയാൾ കൊളുത്തിയ തീ ഒടുവിൽ അയാളുടെ തന്നെ ജീവിതം ചുട്ടരിച്ചു. പ്രതികാരം ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. മറ്റുള്ളവരെ തകർക്കാൻ നാം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലപ്പോഴും അവരെക്കാൾ കൂടുതൽ മുറിവേൽപ്പിക്കുന്ന നമ്മെ തന്നെയായിരിക്കും. ക്ഷമിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനും കഴിയാത്ത പക്ഷം നമ്മുടെ ദേഷ്യം നമ്മളെ തന്നെ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ റോമർ 12:19 ഓർമ്മപ്പെടുത്തുന്നു. പ്രതികാരം ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ അത് വിവേകത്തോടെ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ വിജയം. കാരണം പകയും ദേഷ്യവും നമ്മുടെ വിവേകത്തെ അന്ധമാക്കുന്നു. അന്ധമായ ദേഷ്യത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരെ തകർക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ സ്വന്തം സമാധാനത്തെയും സമ്പാദ്യത്തെയും നശിപ്പിക്കും. വിദ്വേഷത്തെയും അക്രമത്തെയും മാത്രമേ ജനിപ്പിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് ക്ഷമിക്കാനും വിവേകപൂർവ്വം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയൂ. പ്രതികാരം തീർക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ടത് ഒന്നു മാത്രം: നാം മറ്റൊരാൾക്കായി കൊളുത്തുന്ന ആ തീജ്വാലകൾ ഒടുവിൽ കാറ്റടിച്ച് സ്വന്തം നേരെ തിരിയുമോ എന്ന്. ക്ഷമ എന്നത് ശക്തന്റെ ആയുധമാണ്, പ്രതികാരം ദുർബലന്റേതും. ശുഭദിനം നേരിടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.